അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിൻ്റെ വേത്താലെ കൂടിയിട്ട് പിന്നെ അതിൻ്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല. ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ ദിക്റെല്ലാം കുത്തറിഞ്ഞിട്ട് ഹദ്ദാദെല്ലാം കുത്തറിഞ്ഞ് തബാറക്കെല്ലാം കുത്തറിഞ്ഞിട്ട് പിന്നെ ഭർത്താവിനെ വേണ്ട. ഭർത്താവ് വെള്ളം ചോദിച്ചാൽ മാണെങ്കിൽ എടുത്ത് കുടിച്ചോളി, ഞാൻ ഇപ്പോൾ ഇവിടെ ഹദ്ദാദില്ല. എടി ഗുളിക കുടിച്ചണം, കുറച്ച് താൻ്റെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആക്കണ അവിടെ ഫ്ലാസ്കിൽ ചുടുവെള്ളം, അപ്പുറത്താക്കണ പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി, ഞാൻ തബാറക്ക കയ്യാതെ നീച്ചൂല വിടുന്നു. എന്തത്ത് തബാറക്ക? എന്ത്? സ്വന്തം ഭർത്താവിന്റെ വാപ്പ മരണപ്പെട്ടാൽ ഭർത്താവ് പറയാണ് ഈ എൻ്റെ വാപ്പന്റെ കാണാൻ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാർക്ക് പോകാൻ പറ്റൂല. ഈ ഭർത്താവ് ഇത്രയും നിയമങ്ങളുള്ള ഒരു ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത് വെള്ളമെടുത്ത് കുടിച്ചോളിയും. ഗൾഫിലുള്ള പെണ്ണുങ്ങളുണ്ട് അങ്ങനെ, ഗൾഫിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഓല് പിന്നെ ചോദിക്കലാണ് യാ മുഹമ്മദ് ആത്മോയ, മുഹമ്മദ് ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. നമ്മളോടെങ്ങാനും ഈ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ 2:45 നിൽക്കണ കാലി അവിടെ ഫിറ്റ് ചെയ്യണം നിർത്തിയിരിക്കുക. അപ്പൊ യാ മുഹമ്മദ് എന്ന് വിളിക്കട്ടെ അവര്. എന്നാൽ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ഹദ്ദാദ് ചെല്ലുകയാണെങ്കിലും ഏത് തബാറക്ക് ഓതുകയാണെങ്കിലും ഏത് താജു സ്വലാത്ത് ചെല്ലുകയാണെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുകയാണെങ്കിലും ഒക്കെ നല്ല തന്നെയാണ്. പക്ഷേ നിങ്ങളെ ഭർത്താവിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. എത്ര ആളുകളുണ്ടായിരുന്നു നമ്മോട് പരാതി പറഞ്ഞത്, ഇവളെ ഞാൻ ഉസ്താദ് ഒഴിവാക്കി, ഇവള് കിടക്കാൻ വരുന്നില്ല, ഇവള് ഈ വയല് കേട്ടിരിക്കുകയാണ്, ഈ ഓൺലൈനിലാണുള്ളത്, ഇവള് വയല് കേട്ട് നിന്നിട്ട് എന്തിനു വരുന്നില്ല, ഇവള് ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറയുന്ന എത്ര ആണുങ്ങളുണ്ട് നമ്മളോട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഏത് ഓൺലൈൻ ആയാലും പാടില്ല. ഇങ്ങനെ ഒരു ഓൺലൈനിൽ പെട്ടിട്ട് തന്നെയാണ് ഈ പെണ്ണ് ഏതോ ഒരാളെ കൂടി സുബ്ഹാനല്ലാഹ് ഓനായി വലിയ ഷെയ്ഖ്, പിന്നെ വേറെ ആരും ഷെയ്ഖന്മാരല്ല. എങ്ങനെയുണ്ട്? ഇതാണ് അതിന് ഇബ്രാഹിം ബാദിഷനെ പറയണം. എനിക്ക് ഇബ്രാഹിം ബാദിഷ ആദറാവും എന്നൊക്കെ പറയും. ഇബ്രാഹിം ബാദിഷന്റെ ആദറായുണ്ട് അവനെ. അങ്ങനെ ചുരുക്കി പറയട്ടെ, 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞപ്പോ നോ, ആലോചിച്ച് നോക്കട്ടെ എന്ന്. എനിക്കതും കേട്ട് കേട്ടപ്പോൾ ഇതിന് പ്രഷർ ഇളകി. കാരണം ബാപ്പനോട് ഉമ്മനോട് പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞു ആലോചിച്ചിട്ട് ഇനി ആരോടാ ആലോചിക്കണേ. അങ്ങനെ ആലോചിക്കാൻ വിട്ടു 2 ദിവസം. ആ 2 ദിവസമായിരുന്നു ഇന്ന് ലൈവാ പറയണേ. അങ്ങനെ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞ് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലത്തെ പരിപാടി ഉള്ളത്. ആ കൊല്ലം പാരിപ്പള്ളി പരിപാടി കഴിഞ്ഞ് 101 കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെ മജ്‌ലിസ് കഴിഞ്ഞ് ഞാൻ രാവിലെ പുലർച്ചെ 5 മണിക്ക് തിരൂർ റെയിൽവേയിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിലെത്തിക്കാൻ തന്നെ ഞാൻ അവരോട് പറഞ്ഞ 2 ദിവസം കഴിഞ്ഞ ദിവസമാണിത്. ഒരല്പനേരം ഉറങ്ങണമെന്ന് കരുതി. പക്ഷേ അവരെത്തി ഒരു 8 മണിയാകും. 8 മണിക്ക് ഈ കുടുംബത്തിനായിട്ട് ഇരുന്നിട്ട് 11:30 മണിക്കാണ് ഞാൻ നീച്ചണത്. 11:30 മണിക്ക് ഇന്ന് ഇങ്ങോട്ട് പോരണം. ഇത് കഴിഞ്ഞ് നാളെ ദുബായിലാണ് പരിപാടി ഉള്ളത്. നാളെ ദുബായിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് നാളെ വേറെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് ദുബായിലെ പരിപാടി കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാളെ രാത്രി അവിടുന്ന് 3 മണിയോടെ ഇൻഡിക്കോക്ക് കയറി 8:45 ഇവിടെ ഇറങ്ങി 11 മണിയാകുമ്പോഴത്തേന് ഷൊർണൂരിലെത്തണം. രാത്രി ചാവക്കാട് എത്തണം. ഇതാണ് നമ്മളെ അവസ്ഥയുള്ളത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇന്ന് ഇരുന്ന് അൽഹംദുലില്ലാഹ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം അത്രയും നേരെ ഇരുന്ന് ഈ പെണ്ണിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അൽഹംദുലില്ലാഹ് പെണ്ണ് അവസാനം പറഞ്ഞു ഇവൻ മഹാ തട്ടിപ്പാണെന്ന്. അൽഹംദുലില്ലാഹ് ഉസ്താദെ എനിക്കിപ്പോൾ ബോധ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഇമ്മനോടും ബാപ്പനോടും പൊട്ടിക്കരഞ്ഞ് ഏകദേശം 5 മിനിറ്റ് നേരം ഇവര് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ബാപ്പാനും വിടണില്ല, അമ്മാനും വിടണില്ല.
ബാപ്പാനെയും വിടില്ല അമ്മനെയും വിടില്ല. അങ്ങനെ എല്ലാം റാഹത്തായി ഇൻഷാ അല്ലാഹ് 110 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് രാത്രി ആകുമ്പോൾ ഇപ്പോൾ പുരയിലെത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കണ്ട ഓൺലൈൻ്റെ പിന്നാലെയും ഏതെങ്കിലും ഒരാള് 4 മോതിരം ഒരു പച്ചക്കുപ്പായം ഇട്ടുകെട്ട് വന്ന ഔലിയായി. ഞാനും ഇടട്ടെ നാളെ മുതൽ ചെമ്പരിക്കാതെ ഒരു കുപ്പായ കിട്ടുന്നത് അല്ലേ? അൽഹംദുലില്ലാ, നല്ല മോനാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദിന് കേരള യാത്രയിൽ അത്രയും ദിവസം നല്ല നശാത്തോടുകൂടെ ഉന്മേഷത്തോടു കൂടെ നടക്കാൻ ആഫിയത്ത് കൊടുത്തത് മൂപ്പര പാട്ടാ. ആ പാട്ടാണ്. ഇപ്പൊ പലരും ആ പാട്ട് ഇങ്ങനെ പാടലുണ്ട്. ചിലപ്പോ പെണ്ണുങ്ങൾ ഇന്നാളൊരു പുയ്യാപ്പളം ഇങ്ങനെ ചൂടായപ്പോ പെണ്ണുങ്ങള് ആ വിരിന്റെ അപ്പുറത്ത് ശാന്തി സുമങ്ങളുമായി എന്നാണ് പാട്ടാണ് പാടിയപ്പോ ഇയാളെ ചിരിച്ച്. കാരണം അങ്ങനെയാണല്ലോ, ഇയാള് ചിരിച്ച്. അപ്പൊ പലയിടത്തും ഞമ്മളെ ഇർഫാനിയല്ലേ, ഇർഫാനി ചെമ്പരിക്കന്റെ ആ പാട്ട് നല്ല ഉഷാറാ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ ഞാന് ആ പാട്ട് പാടിച്ച അൽഹംദുലില്ലാ അടുത്ത കേരള യാത്ര ഇൻഷാ അല്ലാഹ് വരികയാണ്. അതിലേക്കുള്ള പുതിയ പാട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ടൂൺ അതന്നെ മതി, അതാണ് അതിന്റെ മട്ടം. അയക്ക് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. വൈലത്തൂർ തങ്ങളുപ്പാപ്പയാണ് അത് ഏറ്റുപിടിച്ച് മാഷാ അല്ലാഹ് ഉസ്താദ് എത്തുന്നതിന് മുമ്പ് ആ സ്റ്റേജ് മേലെത്തിയിട്ട് മൂപ്പർക്കുണ്ട് ഒരു ഇടപെടൽ. അള്ളാഹു തആല അവിടുത്തെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നാമും നമ്മുടെ മക്കളും ബോധമുള്ളവരായി മാറണം. ആ ബോധമില്ലാതിരുന്നാൽ 4 മോതിരവും 8 ഷാളും ഇട്ടാൽ ഔലിയാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകരുത്. അതൊന്നും ഔലിയുടെ ഔസാഫിൽപ്പെട്ടതല്ല. തങ്ങളാകണമെങ്കിൽ ഒരു പച്ച ഷാൾ ഇടണം എന്നും നിങ്ങൾ ധരിച്ചു പോകരുത്. എൻ്റെ ഇന്ന് ഇൻഷാ അല്ലാഹ് ആ പെൺകുട്ടിയോട് ഞാൻ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മണിക്കൂറുകളാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, എന്നാലും നല്ല മാർഗത്തിലേക്ക് എത്തി എന്നുള്ളടത്ത് സന്തോഷിച്ചു. കാരണം ഈ പെണ്ണിനെ പഴപ്പിച്ചവന് അവസാനം ഈ പെണ്ണിനെ കെട്ടാനുള്ള പരിപാടിയാണ്. എന്നെങ്കിലേ അസുഖം മാറുള്ളൂ എന്നാണ്. അങ്ങനെ തന്നെ അസുഖം മാറുള്ളൂ. റുക്കൂലെടുത്ത് തല്ലണം, ഇല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തുമ്മ കൊണ്ട് 7-ാം വളവൊന്ന് ബിസ്മിഞ്ചൊല്ലി ഒറ്റ ചവിട്ടും എടുത്തിടണം, എന്നാലും അസുഖം മാറും. അപ്പൊ 2 അസുഖം മാറും. അതുകൊണ്ട് ഓൺലൈൻ്റെ പിന്നാലെ ഓടി ഹദ്ദാദും റാത്തീബൊക്കെ നല്ല തന്നെയാണെന്ന് മോശമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഭർത്താവിൽ നിന്ന് ഒഴിവായി പോരണം. ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല, ഭർത്താവിൻ്റെ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല എന്നിട്ട് ഭർത്താവിനെ കുറ്റവും പറയാം. ഭർത്താവ് നിസ്കരിച്ചൂല, ഹദ്ദാദ് എല്ലൂല, തബാറക്ക് ഓതൂല എന്ന് പറഞ്ഞ് ഈ ഭർത്താവിന് ഭയങ്കര കുറ്റവും. അല്ലെങ്കിലും ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഭർത്താവിനെ കുറ്റം പറയോ? ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറഞ്ഞ ഭർത്താവിന്റെ ഭാര്യയായി മാറിയില്ലേ നമ്മൾ? മറിച്ച് നമ്മളെപ്പോഴും ഭർത്താവിനെ നല്ലതേ പറയാൻ പാടുള്ളൂ. ഭർത്താവിനെ നമ്മൾ സംസാരിക്കുമ്പം ഒരു രാജാവായി പറയണം. അപ്പോഴേ രാജാവിന്റെ ഭാര്യയാകുന്ന രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ ഭർത്താവിന് നല്ലത് മാത്രമേ പറയാവൂ. ഇനി തെറ്റുണ്ടെങ്കിലും ആളുകളെ മുമ്പിൽ മുഴുവനും നല്ലത് പറയിക്കുമ്പോൾ, ഒരു രാജാവാക്കി പറയുമ്പോൾ ആ രാജാവിന്റെ ഭാര്യയായ രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകമായി ഇവിടെ അറസിസ്റ്റല്ലേ അല്ലേ? അറല്ല, ഇന്നിപ്പോൾ നല്ല മീൻകറി ഉണ്ടാക്കിയാണ് നമ്മളെ പ്രസിഡന്റിന്റെ പെണ്ണുങ്ങൾ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അടുത്ത കാലത്തൊന്നും പുട്ട് തിന്നില്ല. രാത്രി മാഷാ അല്ലാഹ് നല്ല പെണ്ണ് അണ്ണകള്. നിങ്ങൾ കറി നിങ്ങളെ പറ്റി അങ്ങനെ പറയോ? നല്ല ഉഷാറിൽ കറി ഉണ്ടാക്കണ്ടേ? ഇത് എന്തെങ്കിലുമൊക്കെ കുത്തി കലക്കി ഉണ്ടാക്കി ഞാൻ കൊടുക്കും. പിന്നെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഒന്നിരിക്ക മൂലേറെ ചെലവ് തരണം, അല്ലെങ്കിൽ പുയ്യാപ്പിള വിരുന്ന് തരണം. അപ്പോഴെന്ത് ചെയ്യുള്ളൂ? ഇവര് നല്ല ഉണ്ടാക്കുള്ളൂ. എല്ലാം ഉണ്ടാക്കാൻ അറിയും, പക്ഷെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കൂല. സ്വന്തം ഭർത്താവിന് അങ്ങനെ തലേത്തെ മീൻകറിയോ ഇല്ലെങ്കിൽ അതിന്റെ മിഞ്ഞത്തെ കോഴി ചൂടാക്കിയതോ ഒക്കെ കലക്കിയിട്ട് ഇതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമുക്ക്. ഫുൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ആളാ.
പിന്നെ ഇപ്പം നമ്മളിതിങ്ങനെ മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാന് ഈ അഡ്ജസ്റ്റ്മെന്റിന് കഴിയാതിരിക്കുമ്പോഴാണ് ചിലര് ഈ കറി 3 ദിവസത്തിന്റെ അപ്പുറത്തത് ഇങ്ങനെ എടുത്തു തരുമ്പോഴാണ് ചിലര് വേറെ പോയിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് വയനാട് പോയിട്ട് വേറൊരു കല്യാണം കഴിയുക. ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾ നന്നായി നോക്കണം, ഭാര്യയെ നോക്കണം. എപ്പോഴും ഒരു 5 മിനിറ്റ് നേരം ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ഭാര്യൻ്റെ മുഖത്ത് നോക്കി ഒരു അരമണിക്കൂർ ദിവസം എല്ലാ ദിവസവും നമ്മൾ സംസാരിക്കണം. എല്ലാ ദിവസവും സംസാരിക്കണം, നല്ല തമാശ പറയണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമാശ പറയുമ്പോൾ തമാശ പറഞ്ഞ് ചിരിക്കും. പക്ഷെ ചിരിക്കുമ്പോൾ മുത്തനബിന്റെ മുൻപല്ല് കാണൂല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാട്ടുകാരോടോ മീറ്റിങ്ങിലോ റോഡിന്റെ സൈഡിലോ ഒക്കെ വർത്താനം പറഞ്ഞ് ചിരിക്കുമ്പോൾ മുൻപല്ല് കാണൂല. മുൻപല്ല് കാണല് ചിരിക്കുമ്പോൾ ആരോ മുമ്പിലാണ്? ഭാര്യമാരോ മുമ്പിലാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ചിരിയൊക്കെ റോട്ടുമെന്ന് കഴിച്ചു. പെണ്ണുങ്ങൾ ചെന്നാലോ പട്ടാള ക്യാമ്പ് ചെന്ന റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓലോട് ഇങ്ങനെ സിസ്റ്റ് എടുക്കണുണ്ടാക്കരുതും. എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ? ഇതാണ് അവസ്ഥ ഉള്ളത്. അപ്പൊ ഇതൊക്കെ മാറണം. നമ്മൾ മാറി നല്ല സന്തോഷമുള്ളതായി മാറണം. ഒരിക്കൽ പോകുന്നാലോ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും. ആ പിണക്കൊക്കെ നമ്മൾ നന്നാണം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം രണ്ടുപേരും പിണങ്ങി. ഫാത്തിമ ബീവിയും പിണങ്ങി, അലി റളിയല്ലാഹു പിണങ്ങി. സുബ്ഹാനല്ലാഹ്. ആ പിണക്കങ്ങൾ നിന്നപ്പം അലി റളിയല്ലാഹു കരുതി ഫാത്തിമ ബീവി ഒന്ന് എൻ്റെ മുമ്പിൽ ഒന്ന് തോണ്ടുകയാണെങ്കിൽ ആണ് നന്നാവേനി. ഫാത്തിമ തോണ്ടൂല, നല്ല ഗൗരവത്തിലേക്ക. അലി കരുതി ഫാത്തിമ തോണ്ടട്ടെ, ഫാത്തിമ കരുതി അലി, രണ്ടാളും തോണ്ടൂല. നമ്മൾ പിന്നെ വൈകുന്നേരമാകുമ്പോ എങ്ങനെയൊക്കെ ഒന്നും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് രാവിലെ പിന്നെയും തെറ്റണ കൗമ ഈ അടുത്ത ഭാഗത്ത് ഉത്തർക്കണോലെ കയ്യിൽ പെട്ട അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു പിണങ്ങിയപ്പോ അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ടൗണിൽ പോയി വന്നപ്പോ ഫാത്തിമ ബീവി ഇങ്ങനെ ബ്രഷ് ചെയ്യുക, പല്ലേക്കാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹു മെല്ലെ ഫാത്തിമന്റെ ബാക്കിൽ പോയി മെല്ലെ നിന്നു. ഞാൻ ഈ മൈക്കമ്മ നിൽക്കണ മാതിരിയാ, ഒന്നും അനങ്ങിയ ഈ മൈക്കമ്മ തട്ടു. ഈ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമന്റെ ബാക്കിൽ പോയി ഇങ്ങനെ നിന്നു. പക്ഷേ ഫാത്തിമ ബീവിക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് നല്ല സ്നേഹം ഉണ്ടായതുകൊണ്ട് ആ വാഷ് ബേസിന്റെ മുകളിൽ കണ്ണാടി ഇല്ലെങ്കിലും ആ ചുമരിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി എന്ത് ചെയ്തു? അലി റളിയല്ലാഹു അൻഹു മേത്തൊന്നും കൈ തട്ടാതെ ആ ബ്രഷ് മെല്ലെ താഴെ വെച്ച് ഒറ്റ ചാടിയിട്ട് ആ ബെഡ്റൂമിൽ പോയിട്ട് കർട്ടന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നു. ഇതൊക്കെ ഈ തമാശക്കളിയൊക്കെ പണ്ട് കാലത്തെ ഉണ്ട്. ആ തമാശക്കളിയൊക്കെ വേണം. അതില്ലാത്ത ആളുകളാണ് ഈ പ്രശ്നക്കാരൊന്നും. നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു തമാശക്കെ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരു അൽഫാമൊക്കെ വാങ്ങിക്കൊടുത്ത്, ഇടയ്ക്കൊരു ബ്രോസ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത്, ഇടയ്ക്കൊരു ടൂറൊക്കെ കൊണ്ടുപോകാം. ഇത് നമ്മൾ ടൂറ് കൊണ്ടുപോയാൽ തന്നെ ഇന്നോവന്റെ ബാക്കിൽ ഗ്യാസും കുറ്റിയും കയറ്റിയിട്ടാണ് പോവുക. അപ്പോഴും വേണം പിന്നെ ഈ മല്ലിപ്പൊടി മുളകപ്പൊടിയും ഓല് തോരുമ്പോൾ. എന്നാൽ പിന്നെ ഞങ്ങൾ ടൂർ കൊണ്ടുപോകണേ അല്ലേ? എവിടെയെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ഗ്യാസ് അവിടെ ചൂടാക്കി ഫ്രൈ പാൻ ചൂടാക്കി ആ കോയമുട്ട ആംപ്ലേറ്റ് അടിച്ചാലാണെങ്കിൽ ഓരോ ടൂർ കൊണ്ടുപോകണം. അന്ന് ഈ പെണ്ണുങ്ങളെ ടൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ കഴിക്കുക എന്നാണ് ഓല ടൂറിന്റെ ഡെഫിനിഷൻ. ഓല നിർവചനം അങ്ങനെയാണ്. ഓൽക്ക് നിങ്ങൾ വീട്ടിൽ എന്നും നിർത്തി വെക്കൂ, ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട, നല്ല ഉഷാറിലെ തുണിയും കുപ്പായം മാറ്റി ഇങ്ങനെ നിന്നാൽ മതി. ഓരോ വക്തിലും ഭക്ഷണം ഇവിടെ എത്തും എന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ എവിടേക്കും ഓൽക്ക് പോകേണ്ടി വരില്ല. ഓല ടൂർ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും പിണങ്ങിയപ്പോൾ ഇങ്ങനെ ബാക്കിൽ നിന്നപ്പോ അങ്ങനെ ഫാത്തിമ ബീവി ഓടി ആ കർട്ടന് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി. ഇഞ്ഞെന്താ അലി കാട്ടുക? നമ്മളെ മേത്ത് തട്ടുമ്പോ നന്നാവാന്നാ കരുതിനെ. പക്ഷേ നമ്മൾ കൈ തട്ടാതെ ചെന്നിട്ട് ഉള്ളിൽ നിന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹു തോറ്റതൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ താഴെ വെച്ച ആ ബ്രഷ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബ്രഷിനോട് സംസാരിക്കുകയാണ്. ബ്രഷ്, ഈ ആരെ തൊള്ളിയിൽ കൈയിട്ടിട്ട് വരിക? ഫാത്തിമന്റെ. പടച്ചോനെ, ഈ ആരാ? ഫാത്തിമ ആരാന്നറിയോ? അലി റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്. അലി റളിയല്ലാഹുവിന്റെ ഭാര്യ ആരാന്നറിയോ? മുത്തുനബിന്റെ മോളാണ്. മുത്തുനബിന്റെ മോളാകുന്ന
ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാകുന്ന ഫാത്തിമന്റെ തൊള്ളിയിൽ കൈയിടാൻ മാത്രം ഈ ആരടാ? സുബ്ഹാനല്ലാഹ്, ആരുടെ ചൂടാണ്? ബ്രഷിനോട്. അപ്പൊ ഫാത്തിമ ബീവി അപ്പുറത്തുനിന്ന് ഇങ്ങനെ കർട്ടന്റെ ബാക്കിന്ന് ഇതൊക്കെ കാണുകയാണ്. അപ്പൊ ഫാത്തിമ ബീവി ആലോചിച്ചു, പടച്ചോനെ, എന്നോട് എത്ര സ്നേഹമാണ് എൻ്റെ ഭർത്താവ് അലിക്കുള്ളത്. ഞാന് ഒരു ബ്രഷിനോടൊപ്പം മൂപ്പരിച്ച് കൂടാകണത്. അപ്പോ എന്നെ ആരെങ്കിലും ഒരാൾ തോണ്ടാൻ വന്ന കത്തിക്കുത്ത് നടത്തും മൂപ്പര്. അത്രയും സ്നേഹമുള്ള ഭർത്താവിനോട് ഞാൻ പിണങ്ങി നിൽക്കുന്നത് ശരിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു കിട്ടിയ ഗ്യാപ്പിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റെഡിയായി, വിഷയം റെഡിയായി. പെണ്ണോട് തെറ്റിയണോ? അല്ല, തെറ്റിയില്ല അല്ലേ? ഒരു ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എങ്ങനെയപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്ന് തങ്ങളിപ്പോ ബ്രഷാ പറഞ്ഞത്, പെണ്ണിപ്പോ തങ്ങൾ പൊന്തിച്ചും ചെയ്തേക്കണം. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിയിലും പ്രശ്നം ഉണ്ടാവൂല. പലപ്പോഴും ഓൺലൈനിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ പോകുന്നത് ഓൺലൈനിൽ കിട്ടുന്ന സുഖം ഭർത്താക്കന്മാര് കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ നേരില്ല. ഭാര്യമാര് പോകുന്നു, ഭർത്താക്കന്മാര് വേറെ അയൽവാസിയാകുന്ന പെണ്ണിന് വാട്സപ്പ് വിടാൻ പോകുന്നത് നിങ്ങൾ നല്ല മാക്സി ഇടാത്തോണ്ടാണ്. ഇവരിങ്ങനെ ഉണ്ടാവും, ഒരു കീറിയ മാക്സി ആയിട്ടും വരും. ഇന്നാളൊരു പെണ്ണ് ബെഡ്റൂമ് കിടങ്ങിയപ്പോ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഭയങ്കര തിളക്കം എന്നാണ്. നിങ്ങളെ ഈ 10ാം വാർഷികത്തിന്റെ ലൈറ്റ് എത്തിയമായി. അപ്പൊ ഇയാള് കരുതി, എന്തേ ഇപ്പൊ ഇന്ന് നന്നായോ, നല്ലൊരു അടിപൊളി മാക്സ് ഒക്കെ ഇട്ടിക്കണല്ലോ. ലൈറ്റ് ഇട്ട് നോക്കുമ്പോ എന്താണ്, അന്ന് ഉച്ചക്ക് വലിയ മത്തിയേന്, അതിന്റെ ചെളുക്ക. അന്ന് മത്തി എന്നാക്കിയപ്പോ അതിന്റെ ചെളുക്ക മൊത്തം മാക്സിയിലാണ്. ഇത് ലൈറ്റ് ഓഫ് ആക്കിയ ഇതേ മുടങ്ങ തിളങ്ങും. ഈ 300 റുപ്യേന്റെ തസ്വീമാല കണ്ടിട്ടില്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയ കുറച്ചേരം അങ്ങനെ കത്തുന്ന മാതിരി ആ മത്തിന്റെ ചെളുക്കൊക്കെ ഉണ്ട്. അതിന്റെ മെമ്പർമാരെ ഈ വലത്തെ ഭാഗത്ത് കുത്തിറക്കണോല്. എന്നിട്ട് നമ്മളോട് പരാതി പറയാൻ വരും, ഉസ്താദേ എൻ്റെ ഭർത്താവിനോട് സ്നേഹമല്ല, നിങ്ങൾ തോരക്കണം. അപ്പം ഞാൻ പറയും, വല്ലാതെ പറയുമ്പോൾ ഒരു 12 കരിങ്കോയിൻ്റെ മുട്ട കൊണ്ടുവരേ, എന്നാൽ 12 ദിവസം ഞമ്മക്ക് ആംപ്ലേറ്റ് അടിച്ചാലോ, നിങ്ങൾ എങ്ങനെയായാലും വേണ്ടിയില്ല. അത്രയുള്ള അതിൽ. അപ്പൊ അൽഹംദുലില്ലാഹ് നല്ല സന്തോഷത്തോടെ രണ്ടു കൂട്ടർ നിന്നാലോ എന്തൊരു റാഹത്തുണ്ടാവും. നമ്മളെ ഇർഫാനിന്റെ പാട്ടൊക്കെ ഒന്ന് പാടുക പെണ്ണുങ്ങൾ, ശാന്തി സുമംഗളുമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ആക്റ്റീവ് അങ്ങനെ ഓഫാക്കിയിട്ട് വരുമ്പോൾ ഈ പാട്ട് നല്ല മട്ടത്തിലൊന്ന് പാടിയൊക്കെ നിങ്ങൾ. അപ്പൊ മൂപ്പര് നിങ്ങളോട് ചൂട് മുട്ടിക്കണമെങ്കിലും ചൂടാവൂല. അപ്പൊ ഒന്ന് ചിരിച്ചു തരും അല്ല. അപ്പൊ മൂപ്പര് സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് കൈ പോക്കും. അപ്പൊ രണ്ടാളും റെഡിയായി. ഇത്രേ വിഷയമുള്ളൂ. ഇങ്ങനെ അൽഹംദുലില്ലാഹ് റെഡി ആവണമെങ്കിൽ നമ്മളെ മക്കൾ നന്നാവണം. മക്കൾക്ക് നല്ല ബോധമുള്ളവരായിരുന്നു. ഞാൻ ഇപ്പൊ ഇത് നിങ്ങളോട് തമാശ രൂപത്തിൽ ചിരിച്ച് നല്ല രൂപത്തിലാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത്. നമ്മുടെ മക്കൾ അൽഹംദുലില്ലാഹ് ഇതേ രൂപത്തിൽ നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ സംരംഭം 7 മുതൽ +2 വരെ ഇൻഷാ അല്ലാഹ് കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് ധാർമ്മിക ബോധമുള്ളവരായി വളർന്നാൽ ചിരിയും കളിയും തമാശയൊക്കെ ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഭാര്യയും ഓട്ട മത്സരം നടത്തിയിരുന്നു. റോട്ടുമ്മ കൂടിയല്ല, ടറഫിന്റെ ഉള്ളിൽ പോയി കളിച്ചാൻ പോയതല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരും കാണാതെ ഡൈനിങ് ഹാളിലോ ഇല്ലെങ്കിൽ മുറ്റത്തോ ഭാര്യയുടെ കൈ പിടിച്ച് ഓട്ട മത്സരം നടത്തും. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഭാര്യന്റെ കൈ പിടിച്ച് ഓടിയോലൊന്ന് കൈ പോക്കട്ടെ. ഓളെ കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഓളി ഇട്ടോടിയിട്ടുണ്ടാവും. അതല്ല പറഞ്ഞേ, ഓളി പിടിച്ചോടിയതാ പറഞ്ഞത് അല്ലേ? അങ്ങനെ വേണ്ടത്. ഇതൊക്കെ ചെയ്തത്. ഇപ്പോ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ വയ്യ, പെണ്ണുങ്ങൾ റോട്ടുമ്പോ കൂടെ ഒക്കെ നടക്കുക എക്സസൈസിന്. നാളെ മലപ്പുറത്ത് ഒരു പെണ്ണ് അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി നടന്ന ഒരു ബൈക്കാരൻ വന്ന് കുത്തി, ഉള്ള ആരോഗ്യമില്ലാതെ സങ്കടത്തിന് അരിച്ചു കൊടുത്താൽ ധർമ്മസങ്കടം പാസ്സായിയാണ് അല്ലേ? അപ്പൊ അമ്മയും കുട്ടിയൊക്കെ ഉണ്ട്, ഒന്ന് അരച്ചോളി, എന്നാ കയ്യിന് എക്സസൈസ് ഒന്നും വേണ്ട, അമ്മയും കൂടി. നമ്മളെ ആണുങ്ങളോ ഓൽക്കുണ്ട് ഒരു ബനിയൻ ക്ലോത്തുള്ള ഒരു ട്രൗസറും, ഓൽക്കുണ്ട് ഒരു ടീഷർട്ടും. അതിൽ പിന്നെ ഇട്ടാ പിന്നെ എക്സ്റേ എടുക്കേണ്ട ആവശ്യം, ECGന്റെ ആവശ്യമില്ല, എല്ലാ സംഗതിയും പുറത്ത് തന്നെ. എന്നിട്ടുണ്ട് റോട്ടുമ്മ കൂടെ ഒരു ഷൂ ഇട്ടിട്ടുണ്ട്. എന്തിനാ അതിൻ്റെ ആവശ്യം? 4 ചെറുപ്പക്കാർ കൂടിയിട്ട് 10,000 റുപ്യക്കോ 15,000 റുപ്യക്കോ കിട്ടുന്ന ഒരു പാടം വാങ്ങുക.
അതിൽ കുറച്ച് കപ്പ കുത്ത്, കുറച്ച് പയറുണ്ടാക്ക്, കുറച്ച് മുളകുണ്ടാക്ക്. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാണ് ഇറങ്ങി 2 മണിക്കൂർ അധ്വാനിച്ച് നല്ല കട്ടപ്പെട്ട് വരുമ്പോൾ കൈ വീശി നടക്കണ്ട. കാരണം എന്താ, കൈക്കോട്ടെടുത്ത് ഇങ്ങനെ കൊത്തിയ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. ഒരു പ്രശ്നമില്ല, ഇതിന് നമുക്കാകാം. എന്നിട്ടോ ഇതൊരു ഫാഷനാ, റോട്ടുമ്മ കൂടെ അങ്ങനെ നടക്കുക. എക്സസൈസ് ചെയ്യലുണ്ട്. അറ്റാക്ക് എത്ര എണ്ണം കഴിഞ്ഞ്? 2 എണ്ണം കഴിഞ്ഞ്. മൂന്നാമത്തത് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യണം, ആൻജിയോ കഴിഞ്ഞ് ബൈപ്പാസ് ഉണ്ട്. അപ്പം മറ്റോ എനിക്കെത്ര ഷുഗർ? എനിക്ക് 460 ഗുളിക കുടിച്ചിട്ട്. അത്രേ ഉള്ളൂ. എനിക്ക് മരുന്നും ഇൻസുലിനും ചെയ്തിട്ട് 750. ഞാൻ നല്ല തിന്നലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ രാവിലെ നിശ്ചയത്തിന് പോയുള്ള ചർച്ച. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിന് മുമ്പ് ഓതിയിട്ടുള്ള ചർച്ച പദ. ഇതൊക്കെ ഒരു രാഗമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാഹ് നല്ല ബോധമുള്ളവരായി തീരാൻ ഇവിടെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ അൽഹംദുലില്ലാഹ് ധാർമ്മിക ബോധത്തോടെ നല്ല ഫാൻറ്റും ഷർട്ടും ഇട്ട്, അതെ തലീകെട്ടൊന്നും കെട്ടണ്ട, നല്ല ഫാൻറ്റും ഷർട്ടും തൊപ്പിയൊക്കെ ഇട്ട് നല്ല ഉഷാറിൽ വളർത്തുന്ന ഒരു പുതിയ സംവിധാനം ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുങ്ങുകയാണ്. അത് നമ്മളെ നാട്ടുകാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെ നമ്മളെ തന്നെ ഉണ്ടാവുക, അവരെ ടൂറ് കൊണ്ടുപോകും, അവരെല്ലാം നമ്മൾ നടത്തും. ഇന്നിപ്പോൾ സ്കൂളുകളിലൊക്കെ ടൂറാണ്. ആ ടൂറ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ ഭാര്യ മക്കളൊക്കെ കൂട്ടിയിട്ട് ആ സ്കൂളിൽ നിന്ന് പോകാനുള്ള ലീസ്റ്റ് നോക്കിയിട്ട് ആ ലീസ്റ്റിക്ക് നമ്മളാണ് പോയാൽ മതി. ആ ലീസ്റ്റ് ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് കുട്ടികളോട് പറയും എവിടേക്കൊക്കെ പോണേ, ആ ലീസ്റ്റ് ടീച്ചറോട് എഴുതി തരാൻ പറയാം. എന്നിട്ട് ഞാനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ മക്കളൊക്കെ വാങ്ങുക, കുറച്ച് മിഠായിയും ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടത്തിലൊരു സിയാറത്തും കൂട്ടത്തിൽ. അപ്പോൾ സിയാറത്താണ് സ്റ്റഡി ടൂർ. വൃത്തിയായി സിയാറത്തിന് പോകുക എന്ന് പറയരുത് നിങ്ങൾ. അത് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ പോലെ അല്ലേ. ഒരാള് കഞ്ഞി എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുടിക്കൂല. കഞ്ഞി റൈസ് ജ്യൂസ് എന്ന് പറഞ്ഞാലോ കുട്ടികൾ കുടിക്കും. അങ്ങനെ പറയണ്ടേ? അങ്ങനെ കഞ്ഞി കുടിച്ചാൻ പോകുക പറഞ്ഞാൽ ആർക്കും വേണ്ട, നമ്മളൊരു കഞ്ഞിയാക്കും വിലക്കെ വള കൂടിയിട്ട്. അപ്പൊ റൈസ് ജ്യൂസ് എന്ന് പറഞ്ഞാലോ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കഞ്ഞിയെ റൈസ് ജ്യൂസ് ആക്കുന്ന ഒരു സിസ്റ്റത്തിലുള്ള ഒരു സംവിധാനമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുന്നത്.